ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പുതിയ കഴകക്കാരനെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. BA ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ചേർത്തല സ്വദേശി KS അനുരാഗിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചു. പുതിയ കഴകക്കാരനും ഈഴവ സമുദായത്തിൽപ്പെട്ടയാളാണ്. നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അറിയിച്ചു. റിക്രൂട്ട്മെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിൽ 50% ഓപ്പൺ കാറ്റഗറിയും 50% ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേർഡ് റിസർവേഷൻ കാറ്റഗറിയാണ്. അത് പ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഒന്നാമത്തെ ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ്. അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു. ആ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയുടെ ആ ടേൺ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അതേസമയം കാരായ്മ കഴകം വാര്യർ കുടുംബത്തിന് തന്നെ നിലനിർത്തണമെന്ന ആവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് വാര്യർ സമാജം. ദേവസ്വം കഴകം എന്ന പേരിൽ ഒരു നിയമനം നടത്താൻ ആവില്ലെന്ന് വാര്യർ സമാജം സംസ്ഥാന ട്രഷറർ ഗിരീഷൻ മൂർക്കനാട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തെ ഒരു കാരായ്മ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുള്ളതുകൊണ്ടാണ് എല്ലാ പ്രതിനിധികളും വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഇപ്പൊ ചേർത്തലയിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ദേവസ്വം ബോർഡിന്റെ കഴക നിയമനത്തിലേക്ക് എന്നാ പറയണേ. ഒരു പക്ഷേ ലെവിനടക്കം ഈ മേഖലയിൽ വന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുക, ക്ഷേത്രങ്ങളിൽ കഴക നിയമനങ്ങളുണ്ട്. ദേവസ്വം ബോർഡിന്റെ കഴക നിയമനം, തന്ത്രിയുടെ കഴക നിയമനം എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. മനസ്സിലായി? ഓരോ വിവക്ഷ ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തീരുമാനം നടപ്പിലാക്കുമെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CA ഗോപി. എതിർപ്പുന്നയിക്കുന്നുണ്ടെങ്കിൽ തന്ത്രിമാർ അടക്കമുള്ളവരും ആയി ദേവസ്വം ബോർഡ് സംസാരിക്കുമെന്നും ഗോപി പറഞ്ഞു. അഡ്വൈസ് മെമ്മോ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി ദേവസ്വം ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റിയിൽ തീരുമാനം എടുക്കും. അത് കഴിഞ്ഞ ശേഷം ആ തീരുമാനം നടപ്പിലാക്കും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ K വിജയനാണ് ചേരുന്നത്. ലെവിൻ, നേരത്തെ തന്ത്രി കുടുംബാംഗങ്ങൾ ഉയർത്തിയ പ്രതിഷേധം, അതിനെ തുടർന്ന് ബാലു എന്ന ഒരാൾക്ക് ജോലി തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന സാഹചര്യം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പുതിയ നീക്കം നടക്കുകയാണ്. ഇപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളെ തന്നെ കഴകക്കാരനായി നിയമിക്കുന്നു ദേവസ്വം ബോർഡ്. അവിടെ തന്ത്രി കുടുംബാംഗങ്ങളുടെ നിലപാട് എന്താണ്? നമ്മൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ലക്ഷ്മി, തന്ത്രി കുടുംബാംഗങ്ങളോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ട്. രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ തന്ത്രി കുടുംബാംഗങ്ങളിലുണ്ട്. അവർ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പഴയ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ നേരത്തെ ഈ ബാലുവിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരു കാരായ്മ അവകാശത്തിന് വാര്യർ സമാജത്തിന് അല്ലെങ്കിൽ വാര്യർ കുടുംബാംഗങ്ങൾക്ക് പുറമേ നിന്നുള്ള ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നതിനെ നിശിതമായി എതിർക്കുകയും വിമർശിക്കുകയും അതിൽ പ്രതിഷേധിച്ച് പ്രതിഷ്ഠാ ദിനത്തിൽ നിന്നടക്കമുള്ള ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുമെന്ന് ദേവസ്വം ബോർഡിനെ ഔദ്യോഗികമായി തന്നെ കത്ത് നൽകി അറിയിച്ച ആളുകളാണ്. അവർ ഈ വിഷയത്തിൽ പുതുതായി ചേർത്തലക്കാരനായിട്ടുള്ള അനുരാഗ് KS നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തങ്ങളുടെ നിലപാട് പഴയത് തന്നെയാണ്, അതിൽ മാറ്റമുണ്ടാകില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിനിധിയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. മറുവശത്ത് തന്ത്രി കുടുംബാംഗങ്ങളിൽ തന്നെ വളരെ ഒരു ന്യൂനപക്ഷമാണ് അവരുള്ളത്. അവർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒന്നും തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി വിവേചനമടക്കമുള്ള സമ്പ്രദായങ്ങളെ അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അനുരാഗിൻ്റെയും ബാലുവിൻ്റെയും പോലെയുള്ള ആളുകളുടെ നിയമനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അവർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് ലഭ്യമാക്കാനും സാധിക്കും. ഇപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള നിലപാടുകൾ തന്ത്രി കുടുംബാംഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ദേവസ്വം നിയമനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അഡ്മിനിസ്ട്രേറ്റീവ്
ബോർഡും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിയമനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി അനുരാഗിന് നൽകിയ അഡ്വൈസ് മെമ്മോ ചർച്ച ചെയ്ത് അതിൽ നയപരമായ തീരുമാനമെടുക്കുന്നതിനായി അടുത്ത ആഴ്ച തന്നെ യോഗം ചേരാനിരിക്കുകയാണ്. ആ യോഗത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ CA ഗോപി അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി തന്ത്രിമാർ അടക്കമുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ആ എതിർപ്പുകൾ പരിഹരിക്കുന്നതിനായി അവരുമായി സംസാരിക്കും, ചർച്ച നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു എതിർപ്പും ഉന്നയിക്കേണ്ട കാര്യങ്ങളില്ല. പ്രതിഷ്ഠാ ദിനം പോലുള്ള വിശേഷ ദിനങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ ഇനി നടക്കാനില്ല. പക്ഷേ മെയ് മാസത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഒരു എതിർപ്പ് പരസ്യപ്പെടുത്തി ആളുകൾ മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേവസ്വം ഇത്തരമൊരു തീരുമാനത്തിലേക്ക്. ശരി, ഏതായാലും കാലാനുസൃതമായ ഒരു തീരുമാനവുമായി തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്.